ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എടുക്കാം. ഞാനതാണ്ട് അവൾ അങ്ങോട്ട് പേ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് പേ ചെയ്തിരിക്കും. എടുക്കും. ഇന്നലത്തെ വീഡിയോ ഇട്ട് ഭയങ്കര വിമർശനങ്ങളായിരുന്നു. ഞാൻ ഇവരെ കടിപ്പിക്കാൻ പോയെന്നോ അതൊക്കെ. നമ്മൾ വേണ്ട ഫുഡ് കൊടുക്കാൻ പോലെ കുറേ പേര് അഡ്വൈസും ചെയ്ത് ഹാൻഡ് ഫീഡ് ചെയ്യണം, ഫുഡ് ട്രീറ്റ് കാണിച്ചെടുക്കണം എന്നൊക്കെ. ഇതൊക്കെ ഓൾറെഡി ഇവർ ചെയ്യുന്നതാണ്. എന്തോടെ അതിനകത്ത് കാണിച്ചു കൊടുത്താണ്. മുട്ട അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഓക്കെ, ഇയാളെ ഒന്നും പറഞ്ഞു കഴിക്കുന്നില്ല. ഇയാൾ എങ്ങനെയാണോ അവർക്ക് ഫീഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്തു. മുഖത്ത് പേടി വല്ലതും ഉണ്ടോ? ഇയാള് ഹാൻഡ് ഫീഡ് ചെയ്യുമോ എന്നൊക്കെ. എവിടെ വെച്ച് കൊടുത്തോ? താഴെ വെച്ച് കൊടുത്തോളൂ. ഹാൻഡ് ഫീഡ് ചെയ്യാനൊന്നും ഇല്ലയോ? എന്നാ ഹാൻഡ് ഫീഡ് ചെയ്തെന്ന് കാണിച്ചാലും കൂടി. ഒരു മുട്ടയും കൂടെ എടുത്തോണ്ട് വരാവോ? തീർന്നു പോയോണ്ടാന്നേ. ഇപ്പൊ വരും. നമ്മുടെ ആദ്യത്തെ മുട്ട പെട്ടെന്ന് ചീറ്റിപ്പോയത് കൊണ്ട് രണ്ടാമത്തെ മുട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എടോ ഇയാൾക്ക് അവളുടെ പേടിയുണ്ടോ? ഇതാ അവിടെ പാത്രത്തിൽ കൈയിട്ട് കൊടുക്കുവാണേ. ഫുഡ് ഡെക്കറേഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേടെ. അയ്യോ, ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞു. ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. വേറെ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്ത് വന്നേ ഉള്ളൂ. നോക്കിക്കോ, ടെസയ്ക്ക് മുഖത്തെന്തോ പേടിയോ വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. ഇച്ചിരി കയ്യിലെടുത്ത് വെച്ച് കൊടുക്കടൂ. പാത്രം ഒന്ന് പൊക്കി നോക്ക്. എന്താ പറ്റി? ആ കൈ ഇച്ചിരി ആയിക്കോട്ടെ, ഞാൻ വേറെ ഉടുപ്പ് വാങ്ങിച്ചു തരാം. എന്തായാലും പാത്രം ഒന്ന് എടുത്ത് കാണിച്ചു കൊടു. പാത്രം എടുക്കുമ്പോൾ അവൾ എന്തോ ചെയ്യും എന്നൊക്കെ. ഫീഡിങ്ങും ഫുഡ് അഗ്രഷനും ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അവർക്ക് ഇടയ്ക്കൊരു പേടി ഉണ്ടായപ്പോൾ നമ്മൾ അതിനെ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ, ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി തേങ്ങയുടെ കാര്യത്തിൽ കുറച്ച് പേര് പരാതി പറഞ്ഞായിരുന്നു. അത് തേങ്ങ എൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് കാണിക്കും. എൻ്റെ അടുത്ത് അഗ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതേ. മതിയടെ, ഞാൻ ഇനി തേങ്ങ വെച്ചിട്ടൊരു കളി കളിക്കാം. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കട്ടിടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എങ്കിലേ എനിക്ക് തേങ്ങ എടുത്തോണ്ട് വരണം. അപ്പോൾ ഒരു കട്ടിടുവാന്നേ. എന്തായാലും മാധു എങ്ങനെയാണ് ഫുഡ് കൊടുത്തതെന്നുള്ളതും ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ കണ്ടായിരുന്നു. അതേപോലെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ പലരും പറഞ്ഞു. രസം ഇങ്ങനെ ഫുഡ് അഗ്രഷൻ തുടങ്ങി, ഇതാണ് നമ്മളെ കടിക്കുമായിരുന്നു, പിള്ളേരെ കടിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഒരു പരിഹാരമാവട്ടെ. അതേപോലെ എൻ്റെ അടുത്തും ഗ്രൗൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചെറിയ മൊമെൻറ്റിൽ ഗ്രൗൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 3 പേരിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാനാണെന്നോ അവരോടോ അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാനതാണ്ട് അവർക്ക് തേങ്ങ കൊടുത്തിട്ടുണ്ട്. കാണാമല്ലോ, തേങ്ങ കൊടുത്തിട്ടുണ്ട്. കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് എടുക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ കാണുക എന്താണെന്നുള്ള അഗ്രഷൻ ഉണ്ടോ എന്നുള്ളത്. ഞാൻ എടുക്കടി. ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് നീ കടിച്ചോ. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കടി. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കഴിച്ചു. കണ്ണ് കപ്പിക്കൊണ്ട് എടുക്കണോ? കേട്ടേ കേട്ടെ. ഗുഡ് ഗേൾ. മതിയാ? നീ വല്ലതും വേണോ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എടുക്കാം. ഞാനതാണ്ട് അവൾ അങ്ങോട്ട് പേ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് പേ ചെയ്തിരിക്കും. എടുക്കും. എനിക്ക് കൈ മാറ്റാൻ പോലുള്ള അവസരമില്ലായിരുന്നേ. അവളത് ദേഷിച്ചോ പേടിച്ചോ ഒന്നും എല്ലാവരുടെ മുഖത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടെ. ഒന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഇപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്നോ അങ്ങനെ ഇരുന്നോ ഒക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസും കൂടെ നമുക്ക് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇന്നലെ നടന്നതെന്ന് പറയുന്നത് ഡോഗിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്ന് പറയുന്ന കാര്യമൊന്നും അല്ല. അവർക്ക് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു തേങ്ങ എന്ന് പറയുന്ന ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ. അപ്പോൾ അതിനകത്ത് ഒരു ഫുഡ് അഗ്രഷൻ അല്ലെങ്കിൽ ഒരു തേങ്ങയുടെ ഒരു അഗ്രഷൻ നമുക്ക് വേണമായിരുന്നു 1-2 ഷോട്ടിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തേങ്ങ കൊടുത്ത് കുറച്ചൊന്ന് പ്രൊമോട്ട് ചെയ്യിച്ച് അതിൻ്റെ അടുത്തോട്ട് ആൾക്കാർ വരുമ്പോൾ കുറയ്ക്കുന്ന ഒരു അവസ്ഥയായി. അതിന് ശേഷം ഇവർക്കൊരു പേടിയുണ്ടായി മാധുവിന്. അപ്പോൾ നമുക്ക് ആ പേടി മാറ്റണമായിരുന്നു. ആ പേടി മാറ്റുന്നതിന് ടെസയ്ക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. അവർക്ക് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പം മാറ്റാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാധുവിൻ്റെ പേടി മാറ്റുന്ന ഒരു കാര്യമാണ് ചെയ്തത്. അതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ലൈഫ് ഓഫ് ടെസ എന്ന് പറയുന്ന അതിനകത്ത് ടെസയുടെ ലൈഫിലുണ്ടായ ഒരു സിറ്റുവേഷനും ആ സിറ്റുവേഷനിൽ മാധുവിന് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്, അതായത് ഒരു പേടിയിൽ നിന്ന് ധൈര്യത്തിലോട്ട് മാറിയ അവസ്ഥയാണ്. ഇന്നത്തെ ഫീഡിങ്ങാണ് നിങ്ങൾ കണ്ടത്. അവർക്ക് കൈവച്ച് ഫീഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത്
ഇതേപോലുള്ള കാര്യത്തിനൊന്നും അഗ്രഷനൊന്നും ഇല്ല. പിന്നെ നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു ഒരു അവസരത്തിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അത് മാറ്റുകയും ചെയ്തു, തീർന്നു, ഇത്രയേ ഉള്ളൂ. ടെസാ ഇനി വാ, ഗുഡ് ഗേൾ. അയ്യോ പോയി, സോറി. അവിടെ പിന്നെ ചിലർ പറഞ്ഞു ഇത് ട്രീറ്റ് കൊടുത്ത് ഡൈവേർട്ട് ചെയ്ത് എടുപ്പിക്കണമെന്ന്. എടുപ്പിക്കാം, നമ്മൾ ഓൾറെഡി അതിന് ചാനലിൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീറ്റ് കൊടുത്തിട്ട് എടുപ്പിക്കണം, അതിൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങയുടെ കേസ് തന്നെ നമുക്ക് വന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ട്രെയിനിങ് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അഗ്രഷൻ തുടങ്ങി 3.5 മിനിറ്റിനകത്ത് അഗ്രഷൻ മാറ്റുന്നതെന്ന് പറയുന്നത്. ആ വീഡിയോ കൂടെ കണ്ടു നോക്കുക. ഇത് ടെസയുടെ ട്രെയിനിങ് എല്ലാം നടന്നതെന്നും പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ചെയ്യാവുന്നതെന്ന് പറയുന്നത് ട്രീറ്റ് ആയിട്ട് എന്തുവാണോ അഗ്രഷൻ തോന്നിയ സാധനം അത് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇപ്പം നമ്മൾ വേറെ ഒരുപാട് ചാനലുകളിലും യൂട്യൂബിലൊക്കെ റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിസോഴ്സ് ഗാർഡിങ് അഗ്രഷൻ സമയത്ത് ലീഷ് ഇട്ടിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. ഇത് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ വലി വലിച്ചിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലീഷൊന്നും ഇട്ടില്ല, ഒരു കാര്യം ചെയ്യാതാണ് അവരുടെ രണ്ടുപേരുടെയും മാധുവിൻ്റെയും മോളുടെയും സേഫ്റ്റി ഇട്ടിട്ട് നമുക്കൊരു കളിയൊന്നുമില്ല. അതിനകത്ത് ആരും പറയേണ്ട കാര്യമില്ല. ഇവരെ 3 പേരെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നതിൽ കൂടുതൽ ഇനിയിപ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല. ഇതിനകത്ത് ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ടെസാ ഗുഡ് ഗേൾ എന്നാ ഇതെന്നോ ഈ സമയത്ത് വല്ലതും മുറുത്തോ? ഇതിൻ്റെ ഇടയ്ക്ക് കട്ടുണ്ടോ? ഇല്ല. ഇതിനകത്തൊക്കെ നമ്മൾ ഇല്ല പറയണം വിമർശിപ്പിക്കുമ്പം ഇതിനകത്ത് ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് കൈയെടുക്കണോ? വേണ്ട. ഹായ് പറയണോ? എന്താ കേട്ടില്ലേ? വാ എന്നാ നീ ഇതെന്നോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ദേഷിച്ചോ പേടിച്ചോ ഒക്കെ വിട്ട് തരുവാണോ ഇത്? നിങ്ങൾക്കത് കാണുമ്പോൾ എന്ത് തോന്നുന്നത്? എല്ലാവരുടെയും കാര്യമൊന്നും പറഞ്ഞല്ല, ചിലർ വിമർശിച്ചവരുടെ. ഇപ്പം അതേപോലെ തന്നെ നമ്മൾ ഡോഗ് ട്രെയിനേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 50, 60, 100, 150, 200 ഡോഗിനെയൊക്കെ ട്രെയിൻ ചെയ്താലും നമ്മുടെ കൂടെയുള്ള ഡോഗ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതിനൊരു പേരൻ്റൽ കെയറാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ടീച്ചിങ് കെയർ അല്ല. നമ്മുടെ കുട്ടിയെ ഒരു സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നു. പക്ഷേ എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെ അടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് അതിന് ബന്ധമുണ്ട്. പിന്നെന്ന് പറയുന്നത് 100% ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇന്നലെ എടുത്തത്. ഇടയ്ക്ക് കട്ടില്ല, എഡിറ്റിംഗ് ഇല്ല, ഒരു കാര്യവുമില്ല. തുടങ്ങി വളരെ ശുഭമായിട്ട് തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. അതിൻ്റെ അവസാനം ഗ്രോൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഏത് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും അത് ഫസ്റ്റ് ഡേയിലൊന്നും റിസൾട്ട് ഉണ്ടാകത്തില്ല. സിറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് 1.5 വർഷം എടുക്കും സിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഉള്ളത്. എൻ്റെ മടി കിടന്നു എൻ്റെ മടി കിടന്നാൽ മതി. എന്നാ കണ്ട അവളെന്ന് പറയുന്നതേ എൻ്റെ ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അവൾ എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ ഏതൊക്കെ മൊമെൻറ്റിൽ എന്തൊക്കെ ചെയ്യും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതെൻ്റെ വിജയവും അല്ലെങ്കിൽ എൻ്റെ പരാജയവുമാണ്. ഞാനൊരു ഡോഗ് ട്രെയിനർ അല്ല. ഡോഗ് ട്രെയിനർ അല്ലാന്നുണ്ടെങ്കിലും എൻ്റെ ഡോഗ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. എന്നെ ട്രെയിനിങ്ങിന് ആൾക്കാർ വിളിക്കാറുണ്ട്. എനിക്കത് പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ടും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പോകാത്തത്. പക്ഷേ അവളെ നമ്മൾ ഓരോ മൊമെൻറ്റിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളെന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് പറയാനായിട്ട് പറ്റും. ഇനി അഥവാ ഡോഗ് ഏതെങ്കിലും ഒരു മൊമെൻറ്റിലൊക്കെ ബൈറ്റ് ചെയ്യാന്നുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഭീകരമായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകുമ്പോഴോ ഒക്കെ ആയിരിക്കും. നമ്മൾ ഇവളെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നലത്തെ ട്രെയിനിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. നെഗറ്റീവ് ട്രെയിനിങ് ആണെന്നും പറഞ്ഞൊരു സഹോദരൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പണിഷ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. എന്ത് പണിഷ്മെൻറ്റാണ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തത്? സാധനം എടുക്കുന്ന എന്തുവാണോ, അവൾ ഇഷ്ടമുള്ള സാധനം എന്തുവാണോ അത് നമ്മൾ കൊടുത്തു. പക്ഷേ അവളുടെ ആ ഒരു നേച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ. അതിനകത്ത് അവളെ ഒരു ട്രെയിനിങ് ടൂളായിട്ട് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ട്രെയിനിങ് നടന്നത് എൻ്റെ വൈഫിനാണ്, മാധവനാണ്. മാധവനത് മനസ്സിലായി, മാധവന് ക്ലാരിറ്റി വന്നു, മാധവൻ്റെ പേടി മാറി. ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ എനിക്കത് കിട്ടി. വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൂടുതൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. ഇതാണ് ഫുഡ് അഗ്രഷൻ, റിസോഴ്സ് അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞത്. അതായത് തീർന്നു. നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് നോക്കി വേണമെന്നുണ്ടെങ്കിലും ഇതുകളുടെ വായിൽ നിന്ന് എടുക്കാൻ പറ്റും. കണ്ട ഇത്രയും കൂളായിട്ട് ഞാൻ അവളുടെ എപ്പം എന്നെ കടിച്ചായിരുന്നു എന്തോ ചെയ്തേനെ. അതാണ്ട് ടെസയും തേങ്ങയും മാധവും അവിടെ ഉണ്ട്. അപ്പോൾ ഇയാളെ ഞാൻ അവളെ വിട്ട് കടിപ്പിക്കുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നലെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞോണ്ട് ട്രീറ്റുമായിട്ട് പോകും, ഇതേപോലെയുള്ള ട്രീറ്റുമായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ പോകും, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ? പേടി കാരണമാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പൊ പേടി മാറിയപ്പോൾ ഓക്കെ ആയില്ലേ? അതുകൊണ്ട് തേങ്ങയുടെ അടുത്ത് തന്നെയാണ് മാധു ഇരിക്കുന്നത്. ഈ മാധുവിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ മാധുവിന് പട്ടികളെ പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 6 വർഷമായി.
ടിങ്കുവിനായിട്ട് വന്നപ്പം ടിങ്കുവിനെയും ഞാനും മാധവും കൂടെ കാറിലാണ് വന്നത്. അപ്പോൾ കാറിൽ മാധുവിന് എടുക്കാൻ പേടിയായിരുന്നു. ഞാൻ മടി വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് വരേണ്ടി വന്നു. 45 ദിവസമുള്ള ഡോഗിന് പോലും അതായിരുന്നു അവസ്ഥയെന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഇതാണ്ട് ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ചു. പേടിയുള്ള ഒരാളിനെ ട്രെയിൻ ചെയ്ത് മാറ്റാനായിട്ട് ഡോഗ് സൈക്കോളജി അല്ല ആവശ്യം, നമ്മൾ മനുഷ്യൻ്റെ സൈക്കോളജി തന്നെയാണ്. മനുഷ്യൻ്റെ സൈക്കോളജിയും കൂടെ പഠിച്ചാലേ ഡോഗ് ട്രെയിനിങ് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ട്രെയിൻ ചെയ്ത ഒരാൾക്ക് കൊടുക്കും, ആ ഓണറിനെന്ന് പറയുന്നത് വേറെ ഒരു മൈൻഡാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകത്തില്ല. അപ്പോൾ ഇതാണ്. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ പേടി ഇത്ര അടുത്ത് തന്നെ ഇരിക്കാനുള്ള ധൈര്യവും തന്നത് ഏട്ടനാ. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത് വേറൊരു ഇത്രയും തന്നെ ഉള്ളൊരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്തോട്ടേ പോകത്തില്ല, അതിനെ ഫുൾ ടൈം പൂട്ടിയിട്ടിരുന്നേ. കാരണം എൻ്റെ പേടി കാരണം ഞാൻ അത് ജർമ്മൻ ഷെപ്പേർഡ് ക്രോസ് ആയിരുന്നു. കണ്ട ഏകദേശം ജർമ്മനെ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നല്ല, എനിക്ക് ഇപ്പോഴും വലിയൊരു ഐഡിയ ഒന്നും ഇല്ല പട്ടികളെ കുറിച്ച്. ഞാൻ ആകെ പോകുന്നത് ടെസ്സയുടെ അടുത്തും ടിങ്കുവിൻ്റെ അടുത്തും. ഈ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ MBA ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കുമായിരുന്നു, സിംഹത്തിൻ്റെ അത്രയുള്ളൊരു പട്ടി വീട്ടിലുണ്ട്, പക്ഷേ വഴി കൂടെ പോകുന്ന കുഞ്ഞു പട്ടിയവരെ എനിക്ക് പേടിയാണ്. ഞാൻ ടിങ്കുവിൻ്റെ അടുത്ത് അത്രയും ഫ്രീ ആയിട്ട് ചെയ്യുമെങ്കിലും ഇവിടെ തന്നെ ചേച്ചിയുടെയും അതേപോലെ തന്നെ ഇന്നലെ ആമിയെ കണ്ടില്ല, ആമിയുടെയും പിന്നെ വേറെ പല വീഡിയോയിലും പല പട്ടികളെ കണ്ടില്ലേ, ഇവരെല്ലാം ഇവിടെ വന്നപ്പോഴും ഞാൻ അതിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. എനിക്കത് പേടിയാണ്. പിന്നെ ടിങ്കുവിനെ അത്രയും കുഞ്ഞിലെ കൊണ്ടുവന്നപ്പോൾ എനിക്കൊന്ന് 45 ദിവസം എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ എൻ്റെ അടുത്തോട്ട് പോകത്തില്ലായിരുന്നു. പിന്നെ ഏട്ടൻ കോളേജിൽ പോകുന്ന സമയത്ത് തന്നെ ഫുഡ് കൊടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും അത് ഞാൻ 1 മീറ്റർ അകലെയൊക്കെ നിന്നിട്ട് കമ്പ് വെച്ച് നീട്ടിയൊക്കെ ആയിരുന്നു പാല് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഏട്ടൻ കൊണ്ടുവന്നങ്ങ് മടി വെച്ച് എന്താ പറ്റുന്നതെന്ന് നോക്കട്ടെന്ന് പറയും. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് അപ്പോൾ അതെന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ അതിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാനായിരുന്നു മീൻസ് ടിങ്കുവിൻ്റെ എല്ലാ കാര്യവും നോക്കുന്നതും. പിന്നെ അവനായിട്ട് ഭയങ്കര കമ്പനി. ടെസ്സേ എടുക്കുക, ടിങ്കുവിനെ വാങ്ങാനായിട്ട് പോയപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ വേണ്ട, കാരണം മറ്റേ പട്ടി മരിച്ചു പോയായിരുന്നു. അപ്പോൾ പട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ, ഇനി എനിക്ക് അതിനെയും കൂടെ പേടിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ റിജക്റ്റ് ചെയ്ത് നിന്നെയാണ്. പക്ഷേ ടെസ്സേ പോയി എടുക്കാൻ ഞാനാണ് മുമ്പിൽ നിന്നത്. ഏട്ടൻ പറഞ്ഞ് ഇപ്പം രണ്ടിനെയും കൂടെ പാടല്ലയോ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എൻ്റെ ഒരു ഇതിലാണ് ടെസ്സേ പോയി എടുത്തത്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ വേറെ പട്ടീനെ പേടിയില്ല. ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോ, ഇന്നലെ ചെയ്തോണ്ട് നിങ്ങൾക്ക് വല്ല ദോഷം ഉണ്ടായോ? ഇല്ല, എന്റെ പേടി മാറി. കാരണം ടെസ്സയെ കൊണ്ടുവന്ന അന്ന് മുതൽ അവളുടെ എല്ലാ കാര്യവും നോക്കുന്നതും ഞാൻ എന്റെ തലവഴിയെ അവള് കയറും. അതെല്ലാം പോട്ട് ഈ പേടി മാറ്റാനായിട്ടേ ഞാൻ എന്തെല്ലാം വഴി ഇതിന്റെ ഇടയ്ക്ക് നോക്കിയായിരുന്നു 2 ദിവസത്തിന്റെ ഇടയ്ക്ക്. ഒരുപാട് നോക്കി. എനിക്ക് പേടിയാണ്. അവൾ ഇത്രയും നേരം സ്നേഹത്തോട് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് പിന്നെ അവൾക്കൊരു ഫുഡ് കൊടുക്കാനും ഇന്നലെ തന്നെ കണ്ടില്ലേ, അതിനൊരു പേടി. ആ ഒരു പേടി ഇന്നലത്തോടെ കംപ്ലീറ്റ് മാറി. ഇപ്പൊ വീണ്ടും ഞാൻ പഴയ പോലെ അവളുടെ അടുത്ത് പോയി കാര്യമൊക്കെ. നമുക്ക് ഇത്രയും പോരേ? നമുക്ക് ഇത്രയും പോരേ? അത്രേ ഉള്ളു. ഓക്കെ, ഗുഡ് ബൈ. ഇപ്പോ അടുത്തത് കമന്റ് വരാൻ പോകുന്നത് എന്തോന്ന് ഞാൻ പറയാം. കുട്ടികളുടെയും എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. വേറൊന്നും കരുതണ്ട, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതിനുള്ള മറുപടി ഞാൻ തന്നെ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് കമൻ്റായിട്ട് ഇടാൻ വയ്യ. അത് നിങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. വളരെ നന്ദി. നമ്മളെക്കുറിച്ചിട്ടൊക്കെ ഇത്രയും സ്നേഹിക്കുകയും അതേപോലെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ റിസോഴ്സ് അഗ്രഷൻ്റെയും ഫുഡ് ഗാർഡിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ഇടയ്ക്ക് കട്ടില്ലാതെ ഇട്ടിട്ടുള്ളതൊന്നും വേറെ ഒന്നും അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റും. ഇപ്പോൾ കഴുത്തി പിടിച്ച് വലിച്ചോ അല്ലെങ്കിൽ കമ്പൗണ്ട് അടിച്ച് ഓട്ടിച്ചോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വെറൈറ്റി ചെയ്യുന്നവരുണ്ട്, ഫുഡ് ട്രീറ്റ് കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഫുഡ് ട്രീറ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടായ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരുന്നു. അവളെ അല്ല ട്രെയിൻ ചെയ്യേണ്ടിയിരുന്നത്. ഇവരുടെ ഒരു പേടി മാറ്റാനായിട്ട് നമ്മൾ എന്തിനാണോ പേടി, ആ പേടി കൊണ്ട് തന്നെ പേടി മാറ്റിയതാണ് ചെയ്തത്. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.